വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം 8-ാമത്തെ വാക്യം. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദിയെങ്കിലും ഇപ്പോഴും നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം അനുഗ്രഹീതമായി ഈ പ്രഭാതത്തിൽ മഹത്വപ്പെടട്ടെ. കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഒരു ദിവസത്തിൻ്റെ പ്രഭാതം കൂടെ ആരംഭിപ്പാൻ ദൈവം നമുക്ക് കൃപ നൽകുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളിൽ കർത്താവ് ആരെന്ന് തിരിച്ചറിയുന്നത്, തിരിച്ചറിവോടെ കർത്താവിനെ സമീപിക്കുന്നത് ജീവിതയാത്രയുടെ നന്മയ്ക്ക് ആധാരമാണ്. ഈ ലോകപ്രകാരം ലഭ്യമായിരിക്കുന്ന അധികാരങ്ങളോ സ്ഥാനമാനങ്ങളോ ഭൗതികമായ നന്മകളുടെ ലബ്ധികളോ ഒന്നും തന്നെ കർത്താവിനെ അളന്ന് തിട്ടപ്പെടുത്തുവാനും കർത്താവിൻ്റെ സന്നിധിയിൽ നാം ശ്രേഷ്ഠരായി അഭിമാനിക്കുവാനും പര്യാപ്തമല്ല. യേശു കർത്താവ് കപർന്നഹൂമിലെത്തിയപ്പോൾ 100 പട്ടാളക്കാരുടെ അധിപനായ ശതാധിപൻ തൻ്റെ ബാല്യക്കാരൻ പക്ഷപാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നത് കണ്ടിട്ട് ബാല്യക്കാരനായിരുന്നിട്ടും ബാല്യക്കാരനോട് സഹതാപം തോന്നി. ബാല്യക്കാരൻ്റെ അസുഖത്തെ ഓർത്ത് വ്യാകുലപ്പെട്ട് മനസ്സലിവും മനസ്സാന്നിധ്യവുമുള്ള ഈ ശതാധിപൻ യേശുവിനടുക്കൽ എത്തുന്നു. യേശുവിൽ വിശ്വസിച്ച ഈ ശതാധിപൻ ഈ ബാല്യക്കാരനെ സൗഖ്യം നൽകേണ്ടുന്നതിന് ആവശ്യപ്പെടുന്നു. അപ്പോൾ കർത്താവ് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കാം എന്ന് ഓർമ്മിപ്പിക്കുന്നു. കേട്ട മാത്രയിൽ തന്നെ തൻ്റെ ജീവിതത്തിലേക്കൊരു തിരിഞ്ഞു നോട്ടം നടത്തിയിട്ട് ശതാധിപൻ കർത്താവിനോട് പറയുകയാണ്, എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യതയുള്ളവനായിട്ടല്ല കാര്യങ്ങൾ കാത്തു സൂക്ഷിച്ചിരിക്കുന്നത്. അതിനാൽ ഒരു വാക്ക് മാത്രം അങ്ങ് അരുളി ചെയ്യണമേ. നമ്മുടെ ജീവിതങ്ങളെ നോക്കി നമുക്ക് പ്രകാരം ദൈവസന്നിധിയിൽ സമ്മതിച്ചു കൊടുക്കാൻ കഴിയുമോ? കർത്താവ് അവിടെ നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കുകയാണ്. ആ അനുഗ്രഹത്തിനായി ദൈവസന്നിധി വിനയപ്പെടാൻ പ്രാർത്ഥിക്കാം. കൃപയുള്ള പിതാവേ, വാഴ്ത്തപ്പെട്ട ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വിനയാന്വിതരായി തീരുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ. അങ്ങ് നൽകിയ ധാരാളമായ അനുഗ്രഹങ്ങളെ കരഗതമാക്കിക്കൊണ്ട് സ്വാഭിമാനികളായി കർത്താവിൻ്റെ സന്നിധിയിൽ വരെ വിനയാന്വിതരാകുവാൻ മനസ്സില്ലാതെ സ്വയമേ ശ്രേഷ്ഠരായി എണ്ണുമ്പോൾ ശതാധിപൻ തൻ്റെ വീട്ടിലേക്ക് കർത്താവ് വരുവാൻ ആഗ്രഹിച്ചപ്പോൾ തന്നെ, ആ ആഗ്രഹം അറിയിച്ചപ്പോൾ തന്നെ ലജ്ജിതനായി തൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ലജ്ജയോടുകൂടെ, പരാധീനതകളോടെ, കുറവുകളോടെ അങ്ങയുടെ സന്നിധിയിൽ ഉണരുന്നുവല്ലോ. അങ്ങ് എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ, എൻ്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കുവാൻ, അതിൽ ആഗതനാകുവാൻ ഞാൻ അധികാരിയാണെങ്കിലും ഞാൻ യോഗ്യനല്ല. നാഥ, ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിലും ഞങ്ങൾ അനേക അനുഗ്രഹങ്ങൾ കരഗതമാക്കിയിരിക്കുന്നുവെങ്കിലും അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളുടെ മുഖങ്ങൾ, ഞങ്ങളുടെ കണ്ണുകൾ പ്രാപ്തമല്ല. അങ്ങ് ഞങ്ങളോട് മനസ്സറിയണമേ. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വാക്കിനാൽ, അങ്ങയുടെ സാന്നിധ്യത്താൽ ഞങ്ങൾ അനുഗ്രഹീതരായി തീരുവാനിട വരുത്തണമേ. ക്രൂശിൻ്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മ സംസർഗം, സഹവാസം, കൂട്ടായ്മ നമ്മുടെ കുറവുള്ള ജീവിതങ്ങളോട് ഇന്നും എന്നും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.